പാകിസ്ഥാനെതിരെ ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ചു എന്നുള്ളത് ഏറെക്കുറെ സ്ഥിരീകരിച്ച കാര്യമാണ്. എത്ര ബ്രഹ്മോസുകൾ ഉപയോഗിച്ചു? ഇപ്പോൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ അനുസരിച്ച് 15 ബ്രഹ്മോസുകൾ ഇന്ത്യ ഉപയോഗിച്ചു എന്നാണ് സൂചന. പാകിസ്ഥാന്റെ 11 വ്യോമ താവളങ്ങൾക്ക് നേരെയാണ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ചത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ നീക്കമെന്നും ദേശീയ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പാകിസ്ഥാനിൽ 13 വ്യോമ താവളങ്ങളുണ്ട്. ഇതിൽ 11 എണ്ണമാണ് ഇന്ത്യ നിലംപരിശാക്കിയത്. എന്ന് വെച്ചാൽ പ്രവർത്തിപ്പിക്കാൻ കഴിയാത്ത വിധം ഈ അവരുടെ വ്യോമത്താവളങ്ങളെ തകർക്കാൻ നമുക്ക് സാധിച്ചു. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തെക്കു പടിഞ്ഞാറൻ വ്യോമ കമാൻഡുകൾക്ക് കീഴിലുള്ള വിവിധ താവളങ്ങളിൽ നിന്നാണ് ഈ നീക്കങ്ങൾ നടന്നത് എന്നാണ് സൂചന. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യയുടെ വ്യോമത്താവളങ്ങൾ പാകിസ്ഥാൻ ലക്ഷ്യം വച്ചതാണ് ഈ തിരിച്ചടിയിലേക്ക് എത്തിച്ചത്. പാകിസ്ഥാൻ റഡാറുകളെ നിശ്ചലമാക്കുവാനും പ്രവർത്തനരഹിതമാക്കുവാനും ഇന്ത്യക്ക് കാമികാസെ ഡ്രോണുകൾ ഉപയോഗിച്ച് സാധിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ബ്രഹ്മോസ് ആകാശ് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് നടന്ന ആക്രമണങ്ങൾ ഇത് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഭയപ്പെടുത്തുകയും പരാജയത്തിലേക്ക് അവരെ എത്തിക്കുകയുമായിരുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.